അശോകൻ 50 ലക്ഷം കിട്ടുമെന്ന് കുറച്ച് മുൻപേ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മയൂരി ഗാർമെന്റ്സ് അവന്റെ പേരിൽ വാങ്ങിക്കായിരുന്നു അല്ലേ ശബരി? രഘുവിനെ അത് വെച്ച് വലിയ ആളാവും. ആളാവട്ടെ തന്നെട്ടാ. നിങ്ങൾ കമ്മീഷൻ വാങ്ങി മയൂരി ഗാർമെന്റ്സ് രഘുവേട്ടന് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. കിട്ടിയ കമ്മീഷന്റെ കാര്യമൊന്നും പറയണ്ട. ഇത്രയും വലിയ ഇടപാട് നടത്തി കൊടുത്തിട്ട് ആകെപ്പാടെ 10,000 ഉലുവ വെച്ച രണ്ടുപേരും തന്നെ നോക്കൂല പോലും ആയില്ല. അവരെ കൊണ്ട് വാശി പിടിപ്പിച്ച് അവനെ കൊണ്ട് കുത്തുപാള ഇടിപ്പിച്ച് നിനക്കൊരു വാരല് വാരായിരുന്നു അല്ലേ ധന? അച്ഛൻ പറയുന്നത് കേട്ടാ ധനേട്ടൻ എല്ലാവരുടെയും അടുത്ത് കൈയിട്ട് വാരാൻ പോകുന്ന ആളാണെന്ന് തോന്നുമല്ലോ. അശോകൻ ഗൾഫിൽ പോകുമ്പോ ധനേട്ടൻ 5000 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ധനേട്ടൻ 5000 അല്ലേ കൊടുത്തിട്ടുള്ളൂ. വിസയ്ക്ക് വേണ്ടി 50,000 രൂപയാ ശബരേട്ടൻ കൊടുത്തത്. നിന്നോടിപ്പോ ആ കണക്ക് ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? ധനേട്ടൻ കൊടുത്ത കണക്ക് വാസം തേച്ച് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കൊടുത്ത കണക്ക് ഞാനും പറഞ്ഞു. അത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, അശോകം വന്ന ആദ്യം നിങ്ങളുടെ ഒക്കെ പറ്റു തീർക്കാൻ ഞാൻ അവനോട് പറയാം. അതുപോലെ അതെ, നീ ഇവര് പറയണതൊന്നും കാര്യാക്കണ്ട. അശോകൻ കഴിഞ്ഞതൊന്നും മറക്കുന്നവനല്ല. അവനെല്ലാ കടവും വീട്ടും. എനിക്കറിയാച്ച. ഇന്ന് വിളിച്ചപ്പോഴും ധനേട്ടന്റെ കാര്യം അശോകേട്ടൻ പറഞ്ഞതാ. മിക്കവാറും ധനേട്ടൻ ഒരു വിസയും കൊണ്ടായിരിക്കും അശോകേട്ടൻ വരുന്നത്. തിരിച്ചു പോകുമ്പോ ധനേട്ടനെ കൊണ്ടുപോവുകയും ചെയ്യും. അതിന് എനിക്ക് വിസ വേണമെന്ന് ഞാൻ അശോകനെ വിളിച്ച് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞിരുന്നു. ഒരു 5 കൊല്ലം ധനേട്ടൻ ദുബായിൽ പോയി കഷ്ടപ്പെട്ട് കുറച്ച് കാശുണ്ടാക്കും. എന്നെയും കൂടി ഇവിടുന്ന് ഒഴിവാക്കാനാ ശബരിയുടെ പ്ലാൻ അല്ലേ? മനസ്സിലായി മനസ്സിലായി. നിന്റെ ഉള്ളിലിരിപ്പൊക്കെ ധനന് നന്നായിട്ട് മനസ്സിലായി ശബരി. പക്ഷെ എന്റെ വാസന്തി എന്നെ എവിടേക്കും വിടില്ല. ഞാൻ ഗൾഫിൽ പോണോ വാസന്തി? എന്തിനാ? നിങ്ങൾ എവിടെ പോയിട്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ പിന്നെ ഇവിടെ ഇരുന്നാ മതി. ആരോ വന്നല്ലോ. ഞാൻ നോക്കാച്ചേ. ചേച്ചി വാ, നമുക്ക് നോക്കാം. അല്ല, ലക്ഷ്മണ ചെരുപ്പന്തി. അയ്യോ, വണ്ടിയില് ഇപ്പൊ എടുക്കാം. രഘുവേട്ട, അച്ഛാ രഘുവേട്ടൻ നമ്മൾ ചേച്ചിയാ. രഘുവേട്ട, നിങ്ങൾ എവിടെയും പോയിട്ട് വരുന്ന വഴിയാണോ? ഞങ്ങളിത് ദാസങ്ങളുടെ വീട്ടിൽ വരുന്ന വഴിയാ. ഇതെന്താ രണ്ടാളും തീരെ പ്രതീക്ഷിക്കാതെ? ലച്ചുമോളെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ആണല്ലേ കറക്കം? ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. അതിന്റെ കാര്യം പറയണം. ശരി രഘുവേട്ടൻ, വരൂ വരൂ വരൂ. ഇരിക്കൂ രഘു. ഇരിക്കും രഘുവേട്ടൻ. മോളെ അമ്പിളി ഇങ്ങോട്ട് ഇരിക്കും. ലച്ചുമോളും ഉണ്ടല്ലോ. പിന്നെ എന്തൊക്കെയാ രഘു വിശേഷം? പുതിയ ഗാർമെന്റ്സിന്റെ കാര്യം എന്തായി? അത് പറയാനല്ലേ ഞങ്ങളിപ്പോ വന്നേ. ആണോ? നല്ല കാര്യം. എപ്പോഴാ തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നേ? ഈ വരുന്ന തിങ്കളാഴ്ച. പിന്നെ ചെറിയൊരു വിളക്കൊളുത്തൽ ചടങ്ങ് മാത്രമേ ഉള്ളൂ. മതിയല്ലോ. ഈ അനന്തം മാഷ് വിളക്ക് കൊളുത്തിയ അത് തന്നെ വലിയ ഐശ്വര്യ. അച്ഛൻ തന്നെയാണോ രഘുവേട്ട വിളക്ക് കൊളുത്തുന്നത്? അതോ കാശദാസങ്ങളുടെ ആയതുകൊണ്ട് ഉദ്ഘാടനം അങ്ങള് തന്നെ നടത്തോ? അച്ഛൻ ഇതുവരെ ഇതേക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. കാശ് മുടക്കുന്നത് ദാസങ്ങൾ തന്നെയാണെങ്കിലും സ്ഥാപനം ഞങ്ങളുടെ പേരില. ഞങ്ങൾ തന്നെ അതിന്റെ ഉടമസ്ഥര്. ദാസങ്ങൾ മുടക്കിയ പണം ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അത് വിട്ടേക്കാൻ വിളി ചേച്ചി. ദയക്ക് ചിലപ്പോ എന്താ എവിടെ പറയണമെന്നൊന്നും അറിയില്ല. രഘുവേട്ട, മുഹൂർത്തം എപ്പോഴാ? 10:30ക്കും 11:00 ഇടയില. രാമനാഥൻ ഞങ്ങള് ചടങ്ങിന് എന്തായാലും വരണം. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എപ്പോ വേണേലും കാമൻസിൽ വരാമല്ലോ. എന്ന് വെച്ചാ ചടങ്ങിന് വേറെ ആരും വരണ്ട എന്നല്ലേ? അതെന്തായാലും പറഞ്ഞത് നന്നായി. അച്ഛൻ മാത്രം പോയാ മതിയല്ലോ. രഘു, തിങ്കളാഴ്ച എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
ഞങ്ങള് പെൻഷനേഴ്സിന്റെ ഒരു കൂട്ടായ്മയുണ്ട്. ഞാൻ പിന്നൊരു ദിവസം വരാൻ രഘു. ശബരിയും ദേയും വരും. നിങ്ങള് ബന്ധുക്കളെല്ലാം അവിടെ ഉണ്ടാവണം. മയൂരി ഗാർമെന്റ്സിന്റെ പഴയ ഓണറെ വിളിക്കുന്നുണ്ടോ രഘു? ആ അദ്ദേഹം ഉണ്ടാവും. ധനേട്ടനും എന്തായാലും വരണം കേട്ടോ. നിങ്ങളും കൂടിയാണല്ലോ ആ സ്ഥാപനം ഞങ്ങൾക്ക് കൈമാറിയത്. അപ്പൊ രഘു ഒന്നും മറന്നിട്ടില്ല. ഞാൻ വരും രഘു. അന്നത്തെ എന്റെ എല്ലാ പരിപാടിയും മാറ്റിവെച്ച് ഞാൻ അവിടെ എത്തിയിരിക്കും. നിനക്ക് എന്തോന്ന് പരിപാടിയാടാ? സത്യേട്ടൻ ഇറങ്ങുന്നില്ലേ? അച്ഛനെ കാണണ്ടേ? ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇനി എന്തു പറഞ്ഞാ മതി. ഞാൻ പോട്ടെ. അച്ഛനിവിടെ ഉള്ളപ്പോ സത്യേട്ടൻ ഇറങ്ങാതെ പോകുന്ന ശരിയാണോ? ഒന്ന് കണ്ടിട്ട് പോയിക്കോ. ശരി. സത്യ, നീ പൊയ്ക്കോ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, അവിടെയും കാണില്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് നാളെ കാണാം. ശരി അങ്കിൾ, നാളെ കാണാം. പോട്ടെ ആന്റി. ഓക്കെ സത്യേട്ടാ. എങ്ങനെയുണ്ട് കമ്പനി ജോബൊക്കെ? ഞാൻ ഓക്കെ ആയി വരുന്നുണ്ടെന്നാ സത്യേട്ടൻ പറയുന്നേ. അച്ഛനും മോളും ഇവിടെ ഇരുന്ന് സംസാരിക്ക്, ഞാൻ ചായ എടുത്തിട്ട് വരാം. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ടമ്മേ. ഞാനും സത്യേട്ടനും വരുന്ന വഴിക്ക് കോഫി ഹൗസിലൊന്ന് കയറി ഫിൽറ്റർ കോഫി കഴിച്ചു. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എടീ, അവര് കോഫി ഹൗസിൽ കയറി ഒരു കോഫി കുടിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? അങ്ങനെ ചോദിക്കച്ചാ. ഈ അമ്മ ഇത് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നേ? ഗോകുൽ ഉടനെ ജയിലിൽ നിന്ന് ഇറങ്ങും. പിന്നെ നീ ഓഫീസിൽ പോകുന്നതും വരുന്നതും അവന്റെ കൂടെ ആയിരിക്കുമല്ലോ. ഗോകുൽ വന്നാ പിന്നെ നമ്മുടെ മോൾ ഓഫീസിൽ പോകേണ്ട കാര്യം തന്നെയുണ്ടോ? ഏട്ടൻ ജാമത്തിലിറങ്ങാൻ തയ്യാറാണെന്ന് സമ്മതിച്ചോ അച്ഛാ? സമ്മതിക്കും. അനന്തം മാഷ് ജയിലിൽ പോയി അവനോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, അദ്ദേഹം പറഞ്ഞാലെങ്കിലും ഏട്ടന് നല്ല ബുദ്ധി തോന്നണേ.